ഹല്ലേലൂയ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ റോയ്സൻ പാസ്റ്റർ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന മറ്റു ദൈവദാസന്മാർ, ഇവിടെ ആയിരിക്കുന്ന പിതാക്കന്മാർ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന് നിങ്ങളുടെ നടുവിലായിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ റോയ്സൻ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. റോയ്സൻ പാസ്റ്റർ മുഖാന്തരമാണ് ഞാൻ കുറത്തികാട് ഏജിയിലേക്ക് വരുന്നത്. കോവിഡിൻ്റെ സമയത്തൊക്കെ ഞങ്ങൾ ഭവനത്തിലിരിക്കുമ്പോഴൊക്കെയും കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും അത് മുഖാന്തരമാണ് ഞങ്ങളുടെ ഏജി സഭയിലേക്ക് അംഗമാകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത്. ഞങ്ങളുടെ ദാസനെ പറ്റി ഒരു വാക്ക് പറയുന്നത്, തൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ തീയുള്ളൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇങ്ങനൊരു ദൈവദാസനെ കർത്താവ് തന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട് കർത്താവിൻ്റെ ദാസൻ അനേക യൗവനക്കാരെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ അത് കർത്താവ് കൈമാറിയ ഒരു നിയോഗമാണ്. അതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗത്തിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു വചനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 27:4 ദയവായിട്ടൊന്ന് വായിച്ചു. ഹല്ലേലൂയ. ഞാൻ രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടത്, ഈ സഭയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്ന ഒരു കൂട്ടം ജനം എഴുന്നേൽക്കണമെന്ന് ദൈവാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യഹോവേ, ഞാൻ നിന്നോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ ദാവീദ് നീ ആഗ്രഹിക്കുന്നേ? എനിക്കവൻ്റെ മനോഹരത്വം കാണണം. ഇന്ന് പകലിൽ ഹല്ലേലൂയ അനക്കര ഏജി സഭയോട് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, എനിക്ക് നിന്റെ മനോഹരത്വം കാണണം. ഓ ജീസസ്, ഹല്ലേലൂയ. ദാവീദ് മറ്റൊന്നും കർത്താവിനോട് ചോദിക്കുന്നില്ല. കർത്താവേ, എനിക്ക് നിന്റെ മനോഹരത്വമാണ് കാണേണ്ടത്. തൻ്റെ പ്രാർത്ഥന കണ്ടോ? യഹോവയോട് ഞാൻ ഒരു കാര്യം അപേക്ഷിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ യൗവനക്കാരെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയായി മാറണം. കർത്താവേ, എനിക്ക് നിന്റെ സാന്നിധ്യമാണ് വലുത്. അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ, യൗവനക്കാരെ, സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവരെ, നിങ്ങൾ അത് തന്നെ ആഗ്രഹിക്കണം. എന്നിട്ട് പറയുകയാണ്, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിനകത്ത് എനിക്ക് വസിക്കണം. ഇന്ന് പകലി ദൈവസഭേ, ദൈവത്തിൻ്റെ ആലയത്തിനകത്ത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നിരിപ്പാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ആ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവമേ, എനിക്ക് എൻ്റെ സാന്നിധ്യമാണ്. യൗവനക്കാരെ, ഈ തലമുറയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് അവന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ കൊതിക്കുന്നവർ യൗവനക്കാരെ, ഇതിന് തത്തുല്യം ചെയ്യുവാൻ, ഈ സാന്നിധ്യത്തോട് തത്തുല്യം ചെയ്യുവാൻ മറ്റൊന്നുമില്ല. ദാവീദ് ദൈവത്തെ നന്നായി രുചിച്ചറിഞ്ഞവനാണ്. കാട്ടിൽ കിടന്നവനെ, ആർക്കും വേണ്ടാത്തവനെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവാക്കിയ ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവന്നു. അതുപോലെ ഈ തലമുറയിൽ ചിലരെ കർത്താവ് അഭിഷേകം ചെയ്ത് അവന്റെ രാജ്യത്തിനകത്തേക്ക് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ.
എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് പ്രിയ യൗവനക്കാരൊക്കെ കർത്താവിൻ്റെ വചനം പഠിക്കാനായിട്ട് ഈ ദേശത്ത് വരുന്നു. ഹല്ലേലൂയ. ആർക്കും വേണ്ടാതെ കിടന്ന ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. തള്ളിക്കളഞ്ഞ കല്ലിനെ അവൻ മൂലക്കല്ലാക്കി മാറ്റും. പൗലോസ് പറയുന്ന ഒരു പദം എന്നെ ഭയങ്കരമായിട്ട് ചലിപ്പിക്കും. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അവൻ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു. ബലമുള്ളവനെ ലജ്ജിപ്പിക്കുവാൻ അവൻ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ നികിഷ്ടവും കുലഹീനവും ഏതുമില്ലാത്തവനെയും ദൈവം തെരഞ്ഞെടുത്തു. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടത്, ജ്ഞാനമില്ലാത്തവനെ തെരഞ്ഞെടുത്തിട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തെ പകർന്ന്, ദൈവത്തിന്റെ അഭിഷേകത്തെ പകർന്ന് പട്ടണങ്ങളെ പിടിക്കാൻ ഒരു തലമുറ എഴുന്നേൽക്കുന്നുണ്ട്. ലോകത്തിന്റെ ജ്ഞാനമല്ല വേണ്ടത്, മറിച്ചും ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ വിസ്ഡം അത് പട്ടണങ്ങളെ തൊടും. ഹല്ലേലൂയ. അതുകൊണ്ട് യൗവനക്കാരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് നിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കണം. ഞാൻ അതിനെ കൊതിക്കുന്നു കർത്താവേ. നിന്റെ സന്നിധിയിൽ എനിക്കൊന്നിരിക്കണം, നിന്റെ സന്നിധിയിൽ എനിക്കൊന്നിരിക്കണം കർത്താവേ. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനെ അകറ്റി മാറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് ബൈ ബൈ പറഞ്ഞിട്ട് സാന്നിധ്യത്തിനകത്ത് കയറുന്ന യൗവനക്കാരെ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അണക്കരേജി സഭയോട് ഞാൻ പരിശുദ്ധാത്മാവിലെ ദൂത് കൈമാറുകയാണ്. ഈ ലോകത്തിൽ നിങ്ങൾ എന്താഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ കൊതിക്കണം, ആ കർത്താവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങൾ ആഗ്രഹിക്കണം. അതായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥന. ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം ഇറങ്ങി നിൽക്കുകയാണ്. മരുഭൂമിയിൽ തന്റെ ജനം പട്ടുപോകാതിരിക്കുവാൻ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം ഇറങ്ങി നിന്നു. ഹല്ലേലൂയ. ദാവീദിന്റെ ഒരു പ്രാർത്ഥന കൂടെ വായിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 51 അതിന്റെ 10-12 വാക്യം ഒന്ന് വായിച്ചേ. അപ്പൊ പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ദാവീദിന്റെ ജീവിതത്തിനകത്തൊരു പരാജയം വന്നു കഴിഞ്ഞപ്പോൾ, തൻ്റെ ജീവിതത്തിനകത്തൊരു പാപം ഉടലെടുത്തു കഴിഞ്ഞപ്പോൾ, താൻ ഓടി ചെന്നത് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിനകത്തൊരു പ്രയാസം, ഒരു പരാജയം കയറി വന്നപ്പോൾ താൻ ഓടിയെത്തിയത് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. താൻ ഒന്നും പ്രാർത്ഥിച്ചില്ല. തന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ രാജസ്ഥാനം മാറ്റാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചില്ല. പക്ഷെ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചിട്ട് സ്ഥിരമായിട്ടുള്ള ഒരാത്മാവിനെ എന്നിൽ പുതുക്കണം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവമേ, നിർമ്മലമായൊരു ഹൃദയത്തെ സൃഷ്ടിക്കണം. കർത്താവേ, നിർമ്മലമായ ഒരു ഹൃദയത്തെ നീ എനിക്ക് സൃഷ്ടിക്കണം. സ്ഥിരമായ ഒരാത്മാവിനെ എന്നിലൊന്ന് പുതുക്കണമേ എന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അടുത്തത് താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക: നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. കണ്ടോ, ദാവീദിന്റെ പ്രാർത്ഥന കണ്ടോ? ദാവീദിന് രാജസ്ഥാനം വിഷയമല്ലായിരുന്നു. പക്ഷെ ദാവീദിന് ഒരു കാര്യം മനസ്സിലായി: ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടാൽ ഞാൻ വട്ടപൂജ്യമാണ്. ഈ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നീ തലമുറയിൽ പിടിച്ചു നിൽക്കുന്നത്. ദാവീദിന് വെളിപ്പാടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവീത് പ്രാർത്ഥിക്കുക: നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. പ്രിയരെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാവ് അതെന്നിൽ നിന്ന് നീ എടുക്കരുത്. ദൈവമേ, എൻ്റെ ഒരു നിർമ്മലമായ ഹൃദയത്തെ ഒന്ന് സൃഷ്ടിക്കുക. ഹല്ലേലൂയ. എനിക്ക് സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആത്മീയ ജീവിതം വേണ്ട. ആത്മാവിൽ ഞാൻ സ്റ്റെബിലിറ്റി ഉള്ളവനാകണം.
എന്നിട്ട് പറയാം, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. ഈ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയവരെ ഇന്നൊരു പകലിൽ ഈ ആരാധനയ്ക്കകത്ത് ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്ക്. ഈ രക്ഷയുടെ സന്തോഷത്തെ നീ എനിക്കൊന്ന് മടക്കി തരണം. ഈ രക്ഷയുടെ സന്തോഷം എനിക്ക് മടക്കി തന്നേ പറ്റത്തുള്ളൂ. എനിക്ക് സമ്പത്ത് ചോദിക്കുന്നില്ല, സ്ഥാനമാനം ചോദിക്കുന്നില്ല. എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചുകൊണ്ട് ഈ ധൂമിനോട് പ്രതികരിക്ക്. കർത്താവേ, എനിക്ക് പണം വേണ്ട, പൊസിഷൻ വേണ്ട, എനിക്ക് നിന്റെ സാന്നിധ്യമാ. Horama Shantana, Labraba Shiantele, Librini Mashantele. Hallelujah, Hallelujah, Hallelujah. കർത്താവേ, എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവാണ്. ഉടകമന ദുരപ്രബോല ഘടകം. ചിലരെ പരിശുദ്ധാത്മാവ് ഈ സാന്നിധ്യത്തിനകത്തേക്ക് മടക്കി കൊണ്ടുവരിക. ശതാന ലമാർത്തന സ്മർദിനി ലിബ്രിനി അസപ്പേരിയന്തോ. ഹല്ലേലൂയ. ഇന്ന് പലരും സ്ഥാനത്തിന്റെ പുറകിലും പണത്തിന്റെ പുറകിലും സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. പ്രിയരെ, ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ നിനക്കെല്ലാം ഉണ്ടെന്ന അർത്ഥം. പരിശുദ്ധാത്മാവിന് ബൗണ്ടറി ഇട്ട് കളഞ്ഞു. പരിശുദ്ധാത്മാവിന് ഏതൊക്കെ സഭകൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ അത് മുഴുവൻ മുരടിച്ചു പോയി. ഏതൊക്കെ സഭകൾ പരിശുദ്ധാത്മാവിന് മുൻതൂക്കം കൊടുത്തു അത് വളരാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന ഈ സാന്നിധ്യം ഉണ്ടല്ലോ, ഈ സാന്നിധ്യം എന്നെ നഷ്ടപ്പെട്ടു പോകരുത്. ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാവുണ്ടല്ലോ, അവന്റെ ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, അതെന്നിൽ നിന്ന് നഷ്ടപ്പെടരുത്. ഹല്ലേലൂയ. എൻ്റെ രക്ഷയുടെ സന്തോഷം ഒന്ന് മടക്കി തരണേ കർത്താവേ. അപ്പാ, പട്ടിണിയാണെങ്കിലും സാന്നിധ്യം ഉണ്ടെങ്കിൽ അതും മതി കർത്താവേ. ഹല്ലേലൂയ. കഞ്ഞിയാണെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ അത് മതി കർത്താവേ. അതിന് തത്തുല്യം ചെയ്യുവാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ ചിലർ ഈ സാന്നിധ്യത്തിനകത്തേക്ക് മടങ്ങി വരണം. ഈ സാന്നിധ്യത്തിനകത്തേക്ക് മടങ്ങി വരണം. അരിഞ്ഞു കിടക്കുന്ന പുൽപ്പുറത്തേക്ക് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ഈ സഭയ്ക്കകത്ത് സാന്നിധ്യം ഇറങ്ങട്ടെ. ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെ ഈ സാന്നിധ്യം പെയ്തിറങ്ങട്ടെ. ആരാഗ്രഹിക്കുന്നേ, ആരാ കൊതിക്കുന്നേ? ഹല്ലേലൂയ. ശലോമോന്റെ ആലയത്തിനകത്ത് പുരോഹിതന്മാർക്ക് ശുശ്രൂഷിപ്പാൻ കഴിയാത്തതുപോലെ ദൈവ സാന്നിധ്യം ഇറങ്ങി. ഈ സാന്നിധ്യത്തിനകത്തേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ. യൗവനക്കാരെ, ഈ സാന്നിധ്യത്തിന് വേണ്ടി കരയുന്നേ. എന്നോട് ദൈവം പറഞ്ഞത്, മോനെ മീനു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടില്ലെങ്കിൽ നീ വട്ടപൂജ്യമാ. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നിലുള്ള സാന്നിധ്യമാണ് എന്നെ ചലിപ്പിക്കുന്നത്. യൗവനക്കാരെ, ദുഷ്ടലോകത്തിലാ ജീവിക്കുന്നത്. ഞാൻ ഒന്ന് പറയാം, നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നിന്നെ ഏത് പാപത്തിന്റെ ചെളിക്കൊടി കൊണ്ടിട്ടാലും നീ പാപത്തോട് ബൈ ബൈ പറയും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ പിതാവേ മാതാവേ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നമ്മുടെ സഭകൾക്ക് പരാജയം വന്നു പോയി. ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് മാനുഷികമായ കൽപ്പനകൾക്ക് കരം കൊടുത്തു. ഇതാണ് സഭകൾ മുരടിക്കാൻ കാരണം. പക്ഷെ ഇന്ന് പകൽ ഞാൻ ദൂത് കൈമാറുന്നു. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ദൈവം ഒരു തലമുറ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അത് ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കും. പണത്തിന് സ്വാധീനിക്കാൻ പറ്റാത്തവർ, ഹല്ലേലൂയ, പൊസിഷന് സ്വാധീനിക്കാൻ പറ്റാത്ത ഒരു തലമുറ ഇന്ത്യയിൽ എഴുന്നേൽക്കുന്നു. Come on, Jesus. പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, അതിനകത്ത് എന്നെ ഒന്ന് നിർത്തണമേ. ഓ രമ ശാന്താന ലിബ്രിനി മാശാന്തലേ. ഹല്ലേലൂയ. ശുശ്രൂഷിക്കണമെങ്കിൽ സാന്നിധ്യം വേണം. ശുശ്രൂഷിക്കണമെങ്കിൽ സാന്നിധ്യം വേണം. ഹല്ലേലൂയ. ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല, ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാ. അക്ഷരം പലതിനെ കൊന്നു. ഇനി ഒരു തലമുറ എഴുന്നേൽക്കുന്നുണ്ട് അടുത്ത ജനനങ്ങൾക്ക് വേണ്ടി. അടുത്ത തലമുറ എഴുന്നേൽപ്പിക്കാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു തലമുറ എഴുന്നേൽക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജീസസ്. കർത്താവ് ഒരു തലമുറയിൽ അധികാരം കൈമാറി, അഭിഷേകത്തെ കൈമാറി. എന്നാൽ പലതിൻ്റെ മുമ്പിൽ അവരത് വെച്ചുപോയി. നിന്റെ മേൽ പകർന്ന അഭിഷേകം അതൊന്നിൻ്റെ മുമ്പിൽ വെക്കേണ്ടതല്ല, അത് തന്നവന് വേണ്ടി നിൽക്കേണ്ടതാണ് അഭിഷേകം. ഹല്ലേലൂയ. ഒരു ദൂതോടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുക. മോശ ദൈവത്തോട് നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 33:12 വായിച്ചേ. ഹല്ലേലൂയ. അതിന്റെ 14-15 മോളെ ഉറക്കെ വായിച്ചേ. മോശയ്ക്ക് വെളിപ്പാട് കിട്ടിയവനായിരുന്നു. 40 വർഷം കൊട്ടാരത്തിനകത്ത് പഠിച്ച ജ്ഞാനം ഈ ജനത്തിന്റെ മുൻപിൽ എന്നെ ലീഡറാക്കാൻ പറ്റത്തില്ലെന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. മോശ പറയുക, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എനിക്ക് ഒരടി മുൻപോട്ട് വെക്കാൻ പറ്റത്തില്ല. ലക്ഷക്കണക്കിന് ജനം പുറകെ നിൽക്കുക. പക്ഷെ ദൈവത്തോട് മോശ ചോദിച്ചത്, ദൈവമേ, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ പട്ടുപോകും, അല്ലെങ്കിൽ എൻ്റെ ജഡം പൊങ്ങി വരും, അല്ലെങ്കിൽ ഞാൻ പതറിപ്പോകും. പക്ഷെ ദൈവം പറയുന്നു, മോശേ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. അടുത്ത പദം പറയുക, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. നിങ്ങൾ എത്ര വലിയ പ്രതിസന്ധി കൂടി കടന്നു പോയാലും ഈ സാന്നിധ്യത്തിനകത്ത് അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തിനകത്ത് എത്ര രോഗം വന്നാലും, എത്ര കടഭാരം വന്നാലും, എത്ര പ്രശ്നങ്ങൾ വെല്ലുവിളിച്ചാലും, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാനൊരു ദൂത് തുറക്കാം. ഈ സാന്നിധ്യത്തിനകത്തെല്ലാം ഉണ്ട്. 40 വർഷം മരുഭൂമിയിൽ ജനം നടക്കുമ്പോൾ വചനത്തിനകത്ത് വ്യക്തമായി പറഞ്ഞു, ദൈവം പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി ഇറങ്ങി വന്നു. അവരെ ഒരു ബലഹീനൻ ഉണ്ടായിരുന്നില്ല. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവർക്ക് വേണ്ടപ്പോൾ ആത്മീയമായ മന്ന വർഷിക്കപ്പെട്ടു. അവരുടെ മുൻപിൽ മാറ മധുരമായി. അവരുടെ മുമ്പിൽ എരികോ മതിൽ പൊളിഞ്ഞു. ഈ സാന്നിധ്യം ഉണ്ടോ? ഈ സാന്നിധ്യം ഉണ്ടോ യൗവനക്കാരെ? സാന്നിധ്യം ഉണ്ടോ? സാന്നിധ്യം ഉണ്ടോ?
നീ മുഷിയാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ട മഞ്ഞ അവൻ പൊഴിക്കും. ഈ പത്രോസ് പറയുന്ന ഒരു വെളിപ്പാടൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചേ. 2 പത്രോസ് 1:3. കണ്ടോ, പത്രോസ് പറയുക, തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം തന്നിട്ടുണ്ട്. പ്രിയരെ, നിന്റെ ജീവനും നിന്റെ ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്. അവനെക്കാരെ പഠിക്കാൻ പോവാ. സാന്നിധ്യം വിട്ട് പിന്മാറരുത്, സാന്നിധ്യം വിട്ട് പോകരുത്. ഈ സാന്നിധ്യം നിന്നെ പിടിച്ചു നിർത്തുന്നത്, ഈ സാന്നിധ്യം നിന്നെ പാപത്തിന് വിട്ടുകൊടുക്കാത്ത, സാന്നിധ്യത്തെ വിട്ടുകളയുന്ന ഒന്നിനോട് നീ കൈ കൊടുക്കരുത്. യോസഫിന് പാപം ചെയ്യേണ്ട എല്ലാ സാഹചര്യങ്ങളും പൈശാചിക മേഖല ഒരുക്കിക്കൊടുത്തു. പക്ഷെ യോസഫ് പാപത്തോട് ബൈ ബൈ പറഞ്ഞു. അകത്തു ദർശനമുള്ളവരെ, അകത്തു സ്വപ്നമുള്ളവരെ, അകത്ത് ആത്മാവുള്ളവരെ, പാപത്തോട് ബൈ ബൈ പറഞ്ഞിട്ട് ഈ സാന്നിധ്യത്തിനകത്ത് ദൈവസഭ തുടരണം. ഹല്ലേലൂയ. സാന്നിധ്യത്തെ കൊതിക്കണം. ഹല്ലേലൂയ. ഈ സാന്നിധ്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളെ തേടി വരും. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് വളരെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കാവോ? കർത്താവേ, സാന്നിധ്യത്തെ നഷ്ടപ്പെടുന്ന പല വാക്കും എൻ്റെ വായിൽ നിന്ന് വന്നു. ആരാധന കഴിഞ്ഞിട്ട് ആത്മാവിൽ നിറഞ്ഞു നിന്നിട്ട് ആരാധന ഹോള് വിട്ടപ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത് ഞാൻ എൻ്റെ വായിൽ നിന്ന് വന്നുപോയി. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒന്ന് അനുദപിക്കാൻ പറ്റുമോ? എവിടെയോ കൃപ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ഏതൊക്കെയോ വാതിൽ നീ